മുടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ ആനക്കല്ലിൽ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന അക്യുഡേറ്റ് തകർന്നു വീണ സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ മതിലുകൾ തകർന്നു. അക്യുഡേറ്റ് തകർന്നതോടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ജലവിതരണം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണുള്ളത്. അതിനാൽ എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെടുന്ന ആനക്കല്ല് ഭാഗത്തുകൂടെ പോകുന്ന അക്യുഡേറ്റാണ് രാവിലെ നിലം പൊത്തിയത്. ഇതിന് 50 വർഷത്തിലധികം കാലപ്പഴക്കമുണ്ട്. തകർന്ന ഭാഗം വന്ന് പതിച്ച് സമീപത്തെ പുരയിടങ്ങളുടെ മതിലും തകർന്നിട്ടുണ്ട്. അക്യുഡേറ്റ് തകർന്നതോടെ ഈ പ്രദേശത്തെ ജലസേചനം വഴിമുട്ടി. ഇതിന്റെ ബാക്കിയുള്ള ഭാഗവും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. തകർന്ന ഭാഗത്തുകൂടി ജലം പുറത്തേക്ക് ഒഴുകി സമീപത്തെ കൃഷിയിടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞു. അപകടം നടക്കുന്ന സമയത്ത് പരിസരത്ത് ആരുമില്ലാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി. ബാക്കിയുള്ള ഭാഗം കൂടി തകർന്നു വീഴുന്നതിന് മുൻപ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തകർന്നുപോയ അക്യുഡേറ്റിന് പകരം ജലവിതരണത്തിന് സംവിധാനം ഉണ്ടാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ ആ വാർഡിൽ 3, 4, 5 വാർഡുകൾ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു മേഖല തന്നെയാണ് ഈ വാർഡുകളെല്ലാം. ഈ കനാൽ വെള്ളവും അതുപോലെ തന്നെ പൈപ്പ് വെള്ളവുമാണ് ഞങ്ങൾക്കിടെ കുടിവെള്ളമായിട്ടും അതുപോലെ കൃഷിക്ക് അനുയോജ്യമായിട്ടും ഉപയോഗിച്ചു പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു കനാൽ ഇങ്ങനെയൊരു അവസ്ഥ ആയതുകൊണ്ട് ഇനിയോ മുന്നിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു പ്രതിസന്ധി നേരിടുകയാണ്. ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ വേണ്ടുന്ന ഒരു ഇത് പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അതല്ല എങ്കിൽ ഈ ചൂട് കാലത്ത് ഞങ്ങൾക്ക് വെള്ളത്തിനായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കൃഷികൾക്ക് പോലും അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോകും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സർവീസുകൾക്കും 30 days സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.